നമുക്ക് മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. ദ മെഷീൻ കോസ്റ്റ് ഓഫ് ₹90,000 and it is deemed to have a scrap value of 5% at the end of its effective life 19 years. Ordinarily, the machine is expected to run for 2,400 hours per annum, but it is estimated that 150 hours will be lost for normal repairs and maintenance, and further 750 hours will be lost due to other reason. The other details in respect of the machine shop are: first one, wages, bonus and provident fund contribution of each of 2 operators. Each operator is in charge of 2 machines, ₹6,000 per year. Then rent and rates of the shop, 3,000 per year. General lighting of the shop, 250 per month. Insurance premium for the machine, 200 per quarter. Cost of repairs and maintenance per machine, 250 per month. Then shop supervisor's salary, 500 per month. Then power consumption of the machine per hour, 20 units. Rate of power per 100 units, ₹10. Then other factory overhead attributable to the shop, ₹4,000 per annum. There are 4 identical machines in the shop. The supervisor is expected to devote 1/5 of his time for supervising the machine. Compute the machine hour rate for above details. ഇതാണ് ക്വസ്റ്റ്യന്. അപ്പോൾ നമുക്ക് മെഷീൻ അവർ റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ? മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസിനെ അല്ലെങ്കിൽ ഓവർ ഹെഡ്സിനെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഒന്ന് സ്റ്റാൻഡിങ് ചാർജസും അടുത്തത് മെഷീൻ എക്സ്പെൻസസും. അപ്പോൾ സ്റ്റാൻഡിങ് ചാർജസ് ഏതൊക്കെയാണെന്ന് നോക്കണം. ഇപ്പോൾ സ്റ്റാൻഡിങ് ചാർജസ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പീരീഡിലേക്കുള്ളത് കണ്ടുപിടിക്കണം. മെഷീൻ സ്റ്റാൻഡിങ് ചാർജസിനെ ഒരു പീരീഡിലേക്ക് കണ്ടുപിടിച്ചിട്ട് അത് ടോട്ടൽ ചെയ്തിട്ട് എഫക്റ്റീവ് വർക്കിംഗ് അവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മെഷീൻ എക്സ്പെൻസസിനെ ഓരോ ഐറ്റത്തിനെയും നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ ഓരോ ഐറ്റത്തിനെയും എഫക്റ്റീവ് വർക്കിംഗ് അവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് പെർ അവറിൽ കിട്ടിയിരിക്കുന്ന ഈ ഐറ്റത്തിനെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെഷീൻ അവർ റേറ്റ് കിട്ടും. അപ്പോൾ ഇത് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കുക, ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് പറയുന്നത് നോക്കുക. ദ മെഷീൻ കോസ്റ്റ് ഓഫ് ₹90,000 മെഷീൻ കോസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡീംഡ് ടു ഹാവ് എ സ്ക്രാപ്പ് വാല്യൂ 5%. സ്ക്രാപ്പ് വാല്യൂ പറയുന്നുണ്ട് 5%. അറ്റ് ദ എഫക്റ്റീവ് ലൈഫ് 19 ഇയേഴ്സ് വരുന്നുണ്ട്. ഇത് എന്തിനാണ്? ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ദെൻ ഓർഡിനറിലി ദ മെഷീൻ ഈസ് എക്സ്പെക്റ്റഡ് ടു റൺ 2,400 hours. സാധാരണ ഈ മെഷീൻ റൺ ചെയ്യുന്നത് 2,400 hours ആണ് ഒരു വർഷം. ബട്ട് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 150 hours വിൽ ബി ലോസ്റ്റ്. 150 hours നഷ്ടപ്പെട്ടു. അങ്ങനെ ഫോർ നോർമൽ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്. 2,400 hours ആണ് നോർമലി ഈ മെഷീൻ റൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. റൺ ചെയ്യാൻ വേണ്ടി എത്ര അവറാണ്? 2,400 hours ആണ് ഉപയോഗിക്കുന്നത്. അതിൽ 150 hours നോർമൽ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസിന് വേണ്ടി പോയി. പിന്നെ ഫർദർ 750 hours വിൽ ബി ലോസ്റ്റ് ഡ്യൂ ടു അതർ റീസൺ. അതുപോലെ 750 hours വേറെ ഏതോ കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എഫക്റ്റീവ് വർക്കിംഗ് അവേഴ്സ് അല്ലെങ്കിൽ നോർമൽ വർക്കിംഗ് അവേഴ്സ് കണ്ടുപിടിക്കണം. നോർമൽ വർക്കിംഗ് അവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നോർമൽ വർക്കിംഗ് അവേഴ്സ് ഈസ് ഈക്വൽ ടു 2,400 ആയിരുന്നു സാധാരണ രീതിയിൽ ഓർഡിനറിലി ഈ മെഷീൻ്റെ അവേഴ്സ് 2,400 hours ആണ്. അതിൽ നിന്ന് 150 നോർമൽ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസിന് വേണ്ടി പോയി, അത് ലെസ് ചെയ്യണം. അതുപോലെ തന്നെ അതർ ഫർദർ റീസണിന് വേണ്ടി ഒരു 750 hours കൂടെ പോയി, അതും കൂടെ കുറയ്ക്കണം. എന്ന് വെച്ചാൽ 2,400 നിന്ന് 150 750 കുറയ്ക്കുമ്പോൾ 1,500 hours കിട്ടുന്നു. ഈ 1,500 hours ആണ് ഈ മെഷീൻ്റെ നോർമൽ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത്. നോർമൽ വർക്കിംഗ് അവേഴ്സ് 1,500 hours ആണ്. അടുത്തത് നമുക്ക് ഇതിനകത്ത് ഓരോ ഐറ്റം സ്റ്റാൻഡിങ് ചാർജസിനെ മെഷീൻ എക്സ്പെൻസസിനെ ഓരോന്നിനും എടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതുപോലെ കോളം വരയ്ക്കുക. നേരത്തെ വരച്ചോളം മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്ന കോളം വരയ്ക്കുക.
ദെൻ സ്റ്റാൻഡിങ് ചാർജസ് ഹെഡിങ് എഴുതുക. ദെൻ പെർ ഇയർ, ഒരു വർഷത്തെ കാര്യമാണ് പറയുന്നത്, അപ്പോൾ നമ്മുടെ പീരീഡ് പെർ ഇയർ ആണ്. അതുപോലെ തന്നെ പെർ അവർ, ഈ കോളം പെർ അവർ എന്ന് പറഞ്ഞ് എഴുതുക. നമ്മൾ സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറഞ്ഞ് ഹെഡിങ് എഴുതുക. ഓരോ ഐറ്റം നോക്കുക. ഫസ്റ്റ് ഐറ്റം നോക്കുക, വേജസ്, ബോണസ് ആൻഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് മെഷീൻ അല്ലേ. വേജസ്, ബോണസ് ഇതൊക്കെ സ്റ്റാൻഡിങ് ചാർജസ് ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് നോക്കുക, സ്റ്റാൻഡിങ് ചാർജസിന് അവിടെ എഴുതേണ്ട ഐറ്റമാണ്. അപ്പോൾ നമ്മളിവിടെ എഴുതുക വേജസ്, ബോണസ് ആൻഡ് പി എഫ്. വേജസ്, ബോണസ് ആൻഡ് പി എഫ് എന്ന് പറഞ്ഞ് എഴുതുക. ക്വസ്റ്റിനിൽ പറയുന്നത് എന്താണെന്ന് നോക്കുക, വേജസ്, ബോണസ് ആൻഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് ഓഫ് 2 ഓപ്പറേറ്റേഴ്സ്. ഓരോ 2 ഓപ്പറേറ്റേഴ്സിന് അല്ലേ, ഓരോ ഓപ്പറേറ്റേഴ്സിന് 2 ഓപ്പറേറ്റേഴ്സിൻ്റെ വേജസും ബോണസും ഒക്കെ തന്നിരിക്കുന്നത് 6000 ആണ് പറയുന്നത്. 6000 പെർ ഇയർ എന്ന് പറയുന്നുണ്ട്. ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് ഈച്ച് ഓപ്പറേറ്റർ ഇൻ ചാർജ് ഓഫ് 2 മെഷീൻസ്. ഓരോ ഓപ്പറേറ്ററും 2 മെഷീനാണ് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലേ. ഇവിടെ ഒരു ഓപ്പറേറ്ററിൻ്റെ വേജസ് എന്ന് പറയുന്നത് 6000 ആണ്. ഒരു ഓപ്പറേറ്റർ 2 മെഷീനാണ് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലേ, 2 മെഷീനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു മെഷീൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, 6000 ഡിവൈഡഡ് ബൈ 2. അപ്പം ഒരു വർഷത്തെയാണ്, ഒരു വർഷം 6000 ആണ്. അപ്പം ഒരു മെഷീൻ്റെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, 6000 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമ്മളിവിടെ എഴുതുക വേജസ്, ബോണസ് ആൻഡ് പി എഫ് അല്ലേ. പി എഫ് ഓഫ് ഓപ്പറേറ്റർ ഈസ് എത്രയാണ്, 6000 ഡിവൈഡ് ബൈ 2. 6000 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 3000. നോക്കിയേ, വേജസ്, ബോണസ് ആൻഡ് പി എഫ് 6000 ഡിവൈഡ് ബൈ 2 3000. അടുത്തായിട്ട് നോക്കാം, റെൻറ്റ് ആൻഡ് റേറ്റ്സ് ഓഫ് ദ ഷോപ്പ്. റെൻറ്റ് ആൻഡ് റേറ്റ്സ് ഓഫ് ദ ഷോപ്പ് എവിടെ വരുന്ന, സ്റ്റാൻഡിങ് ചാർജസ് വരുന്നതാണ്. അത് നമുക്ക് സ്റ്റാൻഡിങ് ചാർജസിന് അവിടെ എഴുതുക. ഇനി എത്ര എമൗണ്ട് നോക്കിയേ, 3000 പെർ ഇയർ. 3000 ആണ്, ഒരു വർഷം 3000 ആണ്. ഇനി നമുക്കിത് അപ്പോർഷൻ ചെയ്യേണ്ട കാര്യം എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കിയേ. ഈ ക്വസ്റ്റിന് ലാസ്റ്റ് പറയുന്നുണ്ട് there are 4 identical അല്ലേ, there are 4 identical മെഷീൻ ഇൻ ദ ഷോപ്പ്. ഈ ഷോപ്പിൽ 4 മെഷീനാണ് ഉള്ളത്. നമുക്ക് ഒരു മെഷീൻ്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ഈ ഷോപ്പിൽ 4 മെഷീനാണുള്ളത്. ഈ ഷോപ്പിൻ്റെ റെൻ്റ് എന്ന് പറയുന്നത്, റെൻ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് 3000 ആണ്. അപ്പോൾ ഒരു മെഷീന് വേണ്ടി മാത്രമുള്ളത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഈ 3000 ഡിവൈഡ് ബൈ 4 ആണ്. അപ്പോൾ നമ്മൾ എഴുതുക റെൻ്റ് ആൻഡ് റേറ്റ്സ് എന്ന് പറഞ്ഞ് എഴുതുക 3000 ആണ്. ഒരു മെഷീൻ്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി, 3000 ഡിവൈഡ് ബൈ 4. കാരണം 4 മെഷീനാണ് ഉള്ളത്. അപ്പോൾ ഒരു മെഷീനെ കണ്ടുപിടിക്കുന്നത് 3000 ഡിവൈഡ് ബൈ 4 750. അടുത്തത് നോക്കിയേ, ജനറൽ ലൈറ്റിംഗ് ഓഫ് ദ ഷോപ്പ്. ജനറൽ ലൈറ്റിംഗ് ഓഫ് ദ ഷോപ്പ് എന്ന് പറഞ്ഞാൽ 250 പെർ മന്ത് ആണ്. അപ്പം ജനറൽ ലൈറ്റിംഗ് എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് ചാർജസ് വരുന്നതാണ്. സ്റ്റാൻഡിങ് ചാർജസ് എഴുതുക. ജനറൽ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ 250 എഴുതുക. 250 ആണ്, ഒരു മാസം 250 ആണ്. നമുക്ക് ഒരു വർഷത്തെ കണ്ടുപിടിക്കണം. അപ്പോൾ 250 × 12 കണ്ടുപിടിക്കണം. ജനറൽ ലൈറ്റിംഗ് ഒരു മാസം 250 ആണ്, അപ്പോൾ ഒരു വർഷം 250 × 12. പിന്നെ പറയുന്നുണ്ട് നമുക്കിത് ബേസ് അപ്പോർഷൻ ചെയ്യണം അല്ലേ. ഇതൊരു ഷോപ്പിൻ്റെയാണ്, ഷോപ്പിൻ്റെ ജനറൽ ലൈറ്റിംഗ് ആണ്. ഈ ഷോപ്പിൽ 4 മെഷീനുണ്ട്. അപ്പോൾ ഒരു മെഷീൻ്റെ മാത്രം ജനറൽ ലൈറ്റിംഗ് എങ്ങനെ വരുന്നത്, അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ 250 × 12 ഡിവൈഡ് ബൈ 4. അപ്പം ഒരു മെഷീൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. 4 മെഷീൻ്റെയാണ് ഇത്, ഈ 250 × 12 എന്ന് പറയുന്നത്. അപ്പം ഒരു മെഷീൻ്റെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, 250 × 12 ഡിവൈഡ് ബൈ 4. നമുക്ക് 750 കിട്ടി. അടുത്തത് ഇൻഷുറൻസ് പ്രീമിയം ഫോർ ദ മെഷീൻ. ഒരു മെഷീൻ്റെ അല്ലേ, ആ മെഷീൻ്റെ ഇൻഷുറൻസ് പ്രീമിയം ഫോർ ദ മെഷീൻ 200 പെർ ക്വാർട്ടർ. ഒരു മെഷീൻ്റെ ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത് ഒരു ക്വാർട്ടറിൽ 200 ആണ്. അപ്പോൾ ഇൻഷുറൻസ് പ്രീമിയം എവിടെ വരുന്ന, ഈ സ്റ്റാൻഡിങ് ചാർജസ് വരുന്നതാണ്. അപ്പോൾ എഴുതുക ഇൻഷുറൻസ് പ്രീമിയം. ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത് 200 ആണ്. ഒരു ക്വാർട്ടറിൽ 200 ആണ്. ഒരു മെഷീൻ്റെ നമുക്കറിയാം ഒരു വർഷം 4 ക്വാർട്ടറാണുള്ളത്. അപ്പോൾ 200 × 4 200 × 4 800. നമുക്ക് ഇവിടെ എടുക്കുന്നത് ഒരു മെഷീൻ്റെ ഒരു വർഷത്തെ എക്സ്പെൻസസ് ആണ് വേണ്ടത്. അപ്പോൾ ഇൻഷുറൻസ് പ്രീമിയം ഒരു മെഷീൻ്റെ ഒരു ക്വാർട്ടറിൽ 200 ആണ്. അപ്പോൾ ഒരു മെഷീൻ്റെ ഒരു വർഷം 200 × 4 800. അടുത്തത് കോസ്റ്റ് ഓഫ് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് മെഷീൻ എക്സ്പെൻസസ് വരുന്നതാണ്. അടുത്ത ഷോപ്പ് സൂപ്പർവൈസർ സാലറി. ഷോപ്പ് സൂപ്പർവൈസർ സാലറി സ്റ്റാൻഡിങ് ചാർജസ് വരുന്നതാണ്. എന്താ പറയുന്നത് നോക്കിയാൽ, ഷോപ്പ് സൂപ്പർവൈസർ സാലറി 500 പെർ മന്ത്. 500 പെർ മന്ത്. അപ്പം നമ്മൾ എഴുതുക സ്റ്റാൻഡിങ് ചാർജസ് ആണ്. സ്റ്റാൻഡിങ് ചാർജസിന് അവിടെ എഴുതുക ഷോപ്പ് സൂപ്പർവൈസർ സാലറി 500 പെർ മന്ത് ആണ് അല്ലേ. 500 പെർ മന്ത്. അപ്പം ഒരു മാസം 500 ആണ്, ഒരു വർഷം 500 × 12 ആണ്. ഇനി ഷോപ്പ് സൂപ്പർവൈസറുടെ സാലറിയുടെ കാര്യം ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, അവൻ്റെ അപ്പോർച്ച്മെൻറ്റ് എന്താ പറഞ്ഞത് നോക്കാം. താഴെ നോക്കാം. The supervisor is expected to devote 1/5 of his time for supervising the machine. സൂപ്പർവൈസർ അദ്ദേഹത്തിൻ്റെ ടൈമിൻ്റെ 1/5 മാത്രമേ ഈ മെഷീൻ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന സാലറിയുടെ 1/5 മാത്രമേ ഇവിടെയും വരുള്ളൂ.
നമ്മൾ സൂപ്പർവൈസർ സാലറി എടുക്കുമ്പോൾ എഴുതുക ഒരു വർഷത്തെ സാലറി കണ്ടുപിടിച്ചു. സൂപ്പർവൈസർ സാലറി ഒരു വർഷത്തെ കണ്ടുപിടിച്ചു. 500 × 12 കണ്ടുപിടിച്ചു. ഇൻറ്റു 1/5 എത്ര വരുന്നത്? 1200. അടുത്തത് ക്വസ്റ്റ്യൻ നോക്കുക. പവർ കൺസംഷൻ അല്ലേ? പവർ കൺസംഷൻ നമ്മുടെ ഇവിടെ വരുന്നത് മെഷീൻ എക്സ്പെൻസസിലാണ് വരുന്നത്. അടുത്ത് നോക്കുക. അതർ ഫാക്ടറി ഓവർഹെഡ്സ് ആട്രിബ്യൂട്ടബിൾ ടു ദ ഷോപ്പ് 4000 പെർ ആനും അല്ലേ? ഇവിടെ പറയുന്നത് ഈ ഷോപ്പിൻ്റെയാണ് അതർ ഫാക്ടറി ഓവർഹെഡ്സ്. ഷോപ്പിൻ്റെ അതർ ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറയുന്നത് 4000 പെർ ഇയർ ആണ്. അപ്പം നമ്മൾ അത് നമ്മൾ സ്റ്റാൻഡിങ് ചാർജസിൽ വരുന്നതാണ്. അപ്പോൾ സ്റ്റാൻഡിങ് ചാർജസിൽ എഴുതുക അതർ ഫാക്ടറി ഓവർഹെഡ്സ് ഒരു വർഷം 4000 ഷോപ്പിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ഈ മെഷീൻ്റെ മാത്രം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ ഷോപ്പിൽ 4 മെഷീൻസ് ആണുള്ളത് അല്ലേ? 4 മെഷീൻസ് ആണുള്ളത്. അപ്പോൾ ഒരു മെഷീൻ്റെ മാത്രം കണ്ടുപിടിക്കുന്നത് 4000 × 1/4. 4000 × 1/4 ഓർ 4000 / 4 എത്ര വരും? 1000 വരും. 1000 അല്ലേ? ഇത്രയാണ് ക്വസ്റ്റ്യനിൽ പറയുന്ന ഐറ്റംസ്. നമ്മൾ സ്റ്റാൻഡിങ് ചാർജസ് എല്ലാം കൂടെ എഴുതുക. എന്നിട്ട് ഈ സ്റ്റാൻഡിങ് ചാർജസ് എല്ലാം കൂടെ നമ്മൾ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറഞ്ഞ് കിട്ടുന്നു. ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് പറഞ്ഞ് 7500 കിട്ടുന്നു. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താ? സ്റ്റാൻഡിങ് ചാർജസ് പെർ അവർ കണ്ടുപിടിക്കുന്നത്. സ്റ്റാൻഡിങ് ചാർജസ് പെർ അവർ അങ്ങനെ കണ്ടുപിടിക്കുന്നത് ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ്, നോർമൽ വർക്കിംഗ് അവേഴ്സ് അല്ലേ? അപ്പോൾ 7500 ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് ഡിവൈഡ് ബൈ നോർമൽ വർക്കിംഗ് അവേഴ്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. ഫസ്റ്റ് കണ്ടുപിടിച്ചായിരുന്നു എന്താ? നോർമൽ വർക്കിംഗ് അവേഴ്സ് പറഞ്ഞ് 1500 കണ്ടുപിടിച്ചായിരുന്നു. അപ്പം 7500 ഡിവൈഡ് ബൈ 1500. 7500 ഡിവൈഡ് ബൈ 1500 എന്ന് പറയുന്നത് 5. അത് നമ്മൾ ഈ പെർ അവർ കോളത്തിലേക്ക് എഴുതുക. അടുത്ത് നമ്മൾ എഴുതേണ്ടത് മെഷീൻ എക്സ്പെൻസസ് ആണ്. മെഷീൻ എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് എഴുതുക. മെഷീൻ എക്സ്പെൻസസിൽ എന്തൊക്കെയായി? മെഷീൻ എക്സ്പെൻസസ് നോക്കുക. ഇപ്പോൾ മെഷീൻ എക്സ്പെൻസസിൽ എന്തൊക്കെയാണ് വരുന്നത്? ഒരു ഡിപ്രീസിയേഷൻ കാര്യം പറയുന്നുണ്ട് അല്ലേ? ഒരു ഡിപ്രീസിയേഷൻ ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? കോസ്റ്റ് ഓഫ് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഉണ്ട്. പിന്നെ ഒരു പവർ കൺസംഷൻ ഉണ്ട്. ഈ 3 ഐറ്റമാണ് മെഷീൻ എക്സ്പെൻസസിൽ ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ നമുക്ക് എഴുതാം. ഫസ്റ്റ് എഴുതാം പവർ കൺസംഷൻ. ഏത് വേണമെങ്കിലും എഴുതാം. ആദ്യം ഡിപ്രീസിയേഷനോ അതുപോലെ തന്നെ റിപ്പയേഴ്സോ പവർ കൺസംഷൻ ഏത് വേണമെങ്കിലും എഴുതാം. ഫസ്റ്റ് നമുക്കിവിടെ പവർ കൺസംഷൻ എഴുതാം. പവർ കൺസംഷൻ എത്രയാണ്? പവർ അല്ലേ? മെഷീൻ എക്സ്പെൻസസ് വരുന്നതാണ് പവർ. പവറിൻ്റെ കാര്യം എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത് നോക്കിയേ. പവർ കൺസംഷൻ ഓഫ് ദ മെഷീൻ പെർ അവർ 20 യൂണിറ്റ്സ് അല്ലേ? 20 യൂണിറ്റ്സ് ആണ് ഈ മെഷീൻ പവർ കൺസ്യൂം ചെയ്തത്. ദെൻ റേറ്റ് ഓഫ് പവർ പെർ 100 യൂണിറ്റ്സ് അറ്റ് റേറ്റ് ഓഫ് ₹10. 20 യൂണിറ്റ്സ് ആണ്. ഒരു യൂണിറ്റ്സിന് എത്രയാണ്? 20 യൂണിറ്റ്സ് × 1 യൂണിറ്റ്സിന് എത്രയാണ്? അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പവർ കൺസംഷൻ്റെ കോസ്റ്റ് കിട്ടും. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കുന്നത് എങ്ങനെ നോക്കുക. പവർ കൺസംഷൻ നമ്മൾ 20 യൂണിറ്റ്സ് എന്ന് പറഞ്ഞ് എഴുതുക. നമുക്കിനി റേറ്റ് കണ്ടുപിടിക്കും. റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 100 യൂണിറ്റ്സിന് 10 രൂപയെന്ന് പറയുന്നുണ്ട്. 100 യൂണിറ്റ്സിന് 10 രൂപയാണ്. അങ്ങനെയെങ്കിൽ ഒരു യൂണിറ്റ്സിന് കണ്ടുപിടിക്കത്തില്ലേ? ഒരു യൂണിറ്റ്സിന് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 10 ഡിവൈഡ് ബൈ 100 0.10 കിട്ടും. അപ്പോൾ 20 യൂണിറ്റ്സ് ആണ് നമ്മൾ കൺസ്യൂം ചെയ്തത്. നമ്മളല്ല ഈ മെഷീൻ കൺസ്യൂം ചെയ്തത്. അപ്പം 20 × 0.10 20 × 0.10 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ഔട്ടർ കോളത്തിൽ 2 എന്ന് പറഞ്ഞ് എഴുതുക. 2 കാരണം ഇത് ഒരു അവറിലാണല്ലേ? ഒരു അവറിലെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പവർ കൺസ്യൂം ചെയ്ത് ഒരു അവറിൽ 20 യൂണിറ്റ്സ് ആണ്. 20 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഒരു യൂണിറ്റ്സിന് എത്രയാണ് അത് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. അടുത്ത ഐറ്റം ക്വസ്റ്റ്യൻ നോക്കിക്കേ. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്. കോസ്റ്റ് ഓഫ് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഫോർ ദ ഷോപ്പ് 250 പെർ മന്ത് ആണ്. 250 പെർ മന്ത് ആണ് അല്ലേ? അപ്പം ഈ മെഷീൻ്റെ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഒരു മെഷീൻ്റെ എന്ന് പറയുന്നുണ്ട് പെർ മെഷീൻ. ഒരു മെഷീൻ്റെ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് 250 പെർ മന്ത് ആണ്. അപ്പം ഒരു മാസം 250 ആണ്. അപ്പോൾ ഒരു വർഷം 250 × 12 കണ്ടുപിടിക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ മെഷീൻ എക്സ്പെൻസസിനെ നമ്മൾ പെർ അവറിലാണ് കണ്ടുപിടിക്കേണ്ടത്. മെഷീൻ എക്സ്പെൻസസിന് ഓരോന്നിനെ പെർ അവർ കണ്ടുപിടിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 250 × 12 എന്ന് പറയുന്നത് ഒരു വർഷത്തെ ഒരു മെഷീൻ്റെ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്. അത് ഒരു അവറിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എഫക്റ്റീവ് വർക്കിംഗ് അവേഴ്സായ 1500 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു അവറിൽ കിട്ടി, 2 കിട്ടി. നമ്മൾ ഈ പവറിനെ നമ്മൾ എഫക്റ്റീവ് വർക്കിംഗ് അവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാത്തതിൻ്റെ കാരണം പവർ ഒരു അവറിൽ തരുന്നുണ്ട്. ഒരു അവറിലാണ് തരുന്നത്. അതുകൊണ്ട് നമുക്ക് വീണ്ടും നമ്മൾ നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസും ഡിപ്രീസിയേഷനൊക്കെ ഒരു വർഷത്തെയാണ് തരുന്നത്. അത് ഒരു അവറിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അടുത്തത് ഡിപ്രീസിയേഷൻ അല്ലേ? ഡിപ്രീസിയേഷൻ
ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ താഴെ എഴുതുന്നത് ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്ലസ് ഇൻസ്റ്റാളേഷൻ ചാർജസ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ ലൈഫ്. കോസ്റ്റിന് കോസ്റ്റ് പറയുന്നുണ്ട് 90,000 ആണെന്ന് പറയുന്നുണ്ട്. കോസ്റ്റ് ഓഫ് മെഷീൻ 90,000. ഇൻസ്റ്റാളേഷൻ ചാർജസിൻ്റെ കാര്യം ക്വസ്റ്റിന് പറയുന്നില്ല. ദെൻ മൈനസ് ആണ്, മൈനസ് സ്ക്രാപ്പ് വാല്യൂ എത്ര 5% ഓഫ് അല്ലേ, 5% സ്ക്രാപ്പ് വാല്യൂ ഓഫ് 5% എന്ന് പറയുന്നുള്ളൂ. 5% എന്തിനാന്ന് പറയുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ കോസ്റ്റിൻ്റെ 5% സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്ന കോസ്റ്റിൻ്റെ 5% എടുക്കണം, ഡിവൈഡ് ബൈ ലൈഫ് എന്ന് പറയുന്ന ക്വസ്റ്റിന് പറയുന്നുണ്ട്, ബ്രാക്കറ്റ് പറയുന്നുണ്ട് 19 years എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടി. ഡിപ്രീസിയേഷൻ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ 4,500 നമ്മൾ ഡിപ്രീസിയേഷൻ ഇവിടെ എഴുതി 4,500 എഴുതി. അത് ഒരു വർഷത്തെയാണ് 4,500. നമ്മൾ ഒരു മണിക്കൂറിൽ കണ്ടുപിടിക്കണം. ഒരു അവറിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ്. നമ്മൾ 1,500 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 3 കിട്ടി. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഈ പെർ അവർ കോളം ഇല്ലേ, പെർ അവർ കോളം നമ്മൾ എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മെഷീൻ അവർ റേറ്റ്. ഓക്കെ, ഇത് ചെയ്തതിന് ശേഷം ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കേണ്ടതാണ്. കാരണം ഈ MHR മെഷീൻ അവർ റേറ്റ് എല്ലാ വർഷവും എക്സാമിന് ചോദിക്കുന്നൊരു പ്രോബ്ലമാണ്. നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. ഓക്കെ.